വെള്ളം തടഞ്ഞാൽ സൈനികമായി തന്നെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. സിന്ധു നദീജലം പാകിസ്ഥാന്റെ നിലനിൽപ്പിന് അനിവാര്യമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രതികരിച്ചു. അതിർത്തിയിൽ പ്രകോപനം തുടരുന്ന പാകിസ്ഥാന് മറുപടിയുമായി ഇന്ത്യൻ നാവികസേന എക്സിൽ പോസ്റ്റിട്ടു. എന്തിനും തയ്യാറാണെന്നാണ് നാവികസേനയുടെ പോസ്റ്റ്. പുൽവാമയിൽ 2 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തു. കുൽഗാമിൽ 2 കൂട്ടാളികളെ സുരക്ഷാസേന പിടികൂടി. ഭീകരർക്കായുള്ള തിരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. മേഖല പൂർണ്ണമായും വളഞ്ഞാണ് സൈന്യത്തിന്റെ പരിശോധന. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഇപ്പോൾ സിന്ധു നദീജലം കരാർ അത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ നടപടിയിലാണ് പാകിസ്ഥാന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. വെള്ളം തരാതിരുന്നു കഴിഞ്ഞാൽ അത് നേരത്തെ തന്നെ യുദ്ധമായി കണക്കാക്കുമെന്ന തരത്തിൽ പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണമൊക്കെ വന്നിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും പ്രതികരണം ഉണ്ടാകുന്നത്. ദിവ്യ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ സിന്ധു നദീജല കരാറ് ഭാഗികമായി മരവിപ്പിച്ചത് മുതൽ തന്നെ പാകിസ്ഥാന് വലിയ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് സിന്ധു നദീജലത്തിലെ അല്ലെങ്കിൽ സിന്ധു നദിയിലെ 70% ജലം ലഭിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളൊക്കെയും വലിയ പ്രതിസന്ധി നേരിടാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ സൈനിക നടപടിയിലേക്ക് പോലും കടക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഒക്കെയും ഇന്നലെ വ്യക്തമാക്കിയത്, അതായത് ആണവായുധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യം ഇന്ത്യ മറക്കരുതെന്നുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ പല മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ശക്തമായ സൈനിക നടപടിയിലേക്ക് പോലും പാകിസ്ഥാൻ ചിലപ്പോൾ കടക്കും. ഇത്തരത്തിലുള്ള നടപടിയുമായിട്ട് ഇന്ത്യ മുൻപോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടിയുമായിട്ട് പാകിസ്ഥാൻ തയ്യാറാകും എന്നുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളം തടഞ്ഞാൽ സൈനികമായി തിരിച്ചടിക്കുമെന്നാണ് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രാജ്യം സൈന്യത്തിന് ഒപ്പമാണെന്നും സിന്ധു നദീജലം പാകിസ്ഥാന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും സിന്ധു നദിയിലെ ജലം പാകിസ്ഥാന് നൽകിയില്ലെങ്കിൽ സിന്ധു നദിയിലൂടെ രക്തം ഒഴുകേണ്ടി വരും എന്നുള്ള പ്രസ്താവനകൾ പോലും പാകിസ്ഥാന്റെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ ഇതിന് കൃത്യമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ്. ഇന്ത്യയുടെ നാവികസേനയാണ് രാവിലെ എക്സിലൂടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് എന്തിനും തയ്യാറാണ്, സർവ്വ സജ്ജമാണ് എന്നുള്ള രീതിയിലാണ് നാവികസേനയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. പവർ യൂണിറ്റി പ്രസൻസ് വിത്ത് പർപ്പസ്, മിഷൻസ് റെഡി, എനി ടൈം എനിവെയർ എനിഹൌ എന്നാണ് ഇന്ത്യയുടെ നാവികസേന രാവിലെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് എക്സിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ഏത് സാഹചര്യം സൈനികമായി തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ ഒരു യുദ്ധസമാന സാഹചര്യം തന്നെ നിലനിൽക്കുന്നു എന്ന് വേണമോ വിലയിരുത്താൻ? ദിവ്യ, അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ തന്നെ ഇന്ത്യ എന്തായാലും കടക്കും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പ്രത്യേകിച്ച് പാകിസ്ഥാന് ഇതുമായി ബന്ധപ്പെട്ട് അതായത് അവർക്ക് വെള്ളം ലഭിച്ചില്ല എങ്കിൽ വലിയ പ്രതിസന്ധി പാകിസ്ഥാനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ മേഖലകളിലേക്ക്, ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് നിരന്തരമായിട്ട് പ്രകോപനം ആവർത്തിക്കുന്നു. അവർ വീണ്ടും ഈ വെടിവെച്ചകളൊക്കെ, അതായത് അവർ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു തിരിച്ചടിക്ക് മുതിരുമെന്ന് ഇപ്പോൾ നമുക്ക് എന്തായാലും പറയാൻ പറ്റാതെ, അതായത് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ ഉടൻ തന്നെ കടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ആകെ ബാധിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു തിരിച്ചു നൽകും. ഈ പട്ടാൻകോട്ടും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ വലിയൊരു സൈനിക തിരിച്ചടിക്ക് തയ്യാറെടുത്തത്. ഇന്ത്യ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് ഇന്ത്യ കടന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ആക്രമണത്തിലേക്ക് ഉടൻ തന്നെ ഇന്ത്യ തയ്യാറെടുക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഇന്ത്യ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ സൈന്യം ഇപ്പോൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടായാൽ ശക്തമായ രീതിയിൽ സേനാ വിന്യാസം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നാവികസേനയുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും ഭാഗത്തുനിന്ന് നിരീക്ഷണങ്ങളൊക്കെയും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പാകിസ്ഥാനി അതിർത്തി മേഖലകളിലേക്ക് ടാങ്കറുകളൊക്കെയും എത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണെങ്കിൽ, ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് എന്ത് പ്രശ്നം വന്നാലും അതിനൊക്കെ നേരിടാൻ വേണ്ടി സൈന്യം സജ്ജരായിരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി സൈനിക തലവന്മാർക്കൊക്കെയും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യ തയ്യാറാണെങ്കിൽ പോലും ഒരു അടിയന്തര യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കോ ഉടൻ തന്നെ ഇന്ത്യ കടക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. ഇന്ത്യ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും പ്രാഥമികമായിട്ട് ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഈ
സൈനിക നടപടിയിലേക്ക് കടക്കുന്നതിന് പകരമായിട്ട് നയതന്ത്ര മേഖലയിൽ പാകിസ്ഥാനെതിരെ ഒരു നയതന്ത്ര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിലൂടെ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് വലിയ വരൾച്ചയൊക്കെ ഇനി ഇപ്പോൾ വരാനിരിക്കുകയാണ്. അതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് പാകിസ്ഥാനിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പല മേഖലകളിൽ ഇപ്പോഴും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ധാരാളം മേഖലകളുണ്ട്. ഇപ്പോൾ ഈ മേഖലകളിലേക്ക് ഈ വെള്ളത്തിന്റെ ഒഴുക്കും കൂടെ കുറയുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഭാഗത്ത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടുകൂടി അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മുൻകൂട്ടി കണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാന് മറുപടി വന്നിരിക്കുന്നത്. സൈനികമായി തിരിച്ചടിക്കും എന്നാണ് പാക് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായ പ്രതികരണം. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്. സജു,